നമുക്ക് കളർ പേപ്പറുകൾ വെച്ച് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ 2 കളർ പേപ്പറുകൾ എടുക്കുന്നുണ്ട്. ആദ്യം നമ്മളിതൊന്ന് മടക്കി കൊടുത്ത് അതിന്റെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ 2 പീസ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ മടക്കിലൂടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ 2 എണ്ണം ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. യെല്ലോ കളറിലേക്ക് നമ്മൾ റെഡ് കളറിന്റെ പീസാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചെടുത്ത ഭാഗമല്ല, ഒട്ടിച്ചെടുക്കാത്ത ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതാക്കി നമുക്കത് മുഴുവനായും കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളത് മുഴുവനായും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിന്റെ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇത് വെച്ച് നമ്മളൊരു ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മളത് ഇതുപോലെ റോൾ ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് വിടർത്തി കൊടുക്കാം. ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കളർ പേപ്പറുകൾ വെച്ച് നമ്മൾ ഇത്രയും പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കളറിലുള്ള പൂക്കൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ മടക്കിലൂടെ എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇതെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് വെച്ചാണ് അത് ഓരോന്നും റോൾ ചെയ്തെടുക്കുന്നത്. ഇത് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസുകളും നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ചെണ്ണം കൂടെ റോൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡ് പീസ് വേണം. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു ലൈസ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളത് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. കൂടുതലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുള്ളതിന്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് ഇതുപോലെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് അത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ കാർഡ്ബോർഡ് പീസിന് ചുറ്റുമായിട്ട് നമുക്ക് ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഇലകളെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന്റെ ബാക്കിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചെടുക്കാൻ നമ്മളിവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.